നമസ്കാരം. 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. വളരെ സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തലസ്ഥാനത്തിന് പുറമെ ഇന്ന് ആലപ്പുഴയിലും ആശമാരുടെ സമരം. ജോലിയിൽ തിരികെ കയറാനുള്ള നിർദ്ദേശം തള്ളി സമരക്കാർ. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 18ാം ദിവസം. കേന്ദ്രാവഗണന ആരോപിച്ച് CITUവിന്റെ ബദൽ സമരവും ഇന്ന്. കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച്. മതം നോക്കാതെ സ്നേഹിച്ചതിന് ജാർഖണ്ഡ് വിടേണ്ടി വന്ന ദമ്പതികളെ ചേർത്തു പിടിച്ച് കേരളം. ആശാവർമ്മയെയും ഗാലിബിനെയും വിടാതെ ജാർഖണ്ഡ് പോലീസ്. കള്ളക്കേസെടുത്ത് വീണ്ടും ആലപ്പുഴയിലെത്തി. ആശയെ വിട്ടു നൽകിയാൽ മതിയെന്നും ജാർഖണ്ഡ് പോലീസ്. ആശയുടെയും ഗാലിബിന്റെയും ഹർജികൾ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ. അഞ്ചാം അമൃത് സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് സമാപനം. പങ്കെടുത്തവരോടും പ്രയാഗ്രാജ് ജനതയോടും നന്ദി പറഞ്ഞ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ശിവരാത്രി ബലി തർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് വലിയ ഭക്തജന തിരക്ക്. ആഘോഷമായി കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ പ്രതി അഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കടബാധിതയെന്ന മൊഴി വിശ്വസിക്കാതെ പോലീസ്. ആശുപത്രിയിലെ നിരീക്ഷണ സമയം കഴിഞ്ഞ് വിശദമായി ചോദ്യം ചെയ്യും. തെലങ്കാനയിൽ തുരങ്കത്തിൽപ്പെട്ടവരെ രക്ഷിക്കാമെന്ന പ്രതീക്ഷ മങ്ങി. അപകടമുണ്ടായിട്ട് ഇന്ന് 6ാം ദിവസം. ചെളി അടിയുന്നത് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലെ വെല്ലുവിളി. അസമിലെ മൊറിഗാവിൽ ഭൂചലനം. 5.0 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനം പുലർച്ചെ 2:25. ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച നിലയിൽ. ഇന്നലെ കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ്. ഡാനിഷ് മലേവാറിന് സെഞ്ചുറി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വൃക്കകളെ ബാധിച്ച അണുബാധ ഭേദപ്പെട്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടു. നാല് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി ഹമാസ്. 100 കണക്കിന് പലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ വിട്ടയക്കും. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത് ശനിയാഴ്ച. യുക്രൈനോട് ട്രംപിന്റെ നിർദ്ദേശം. നാറ്റോയിൽ അംഗത്വത്തിനുള്ള താൽപര്യം ഉപേക്ഷിക്കണം. നീക്കം വെള്ളിയാഴ്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയിൽ എത്താനിരിക്കെ. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അസമിൽ ഇന്ന് ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 5.0 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഗുവാഹത്തി, മൊറീഗാവ് മേഖലകളിലും സംസ്ഥാനത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 2:25 ഭൂചലനം അനുഭവപ്പെട്ടത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, ഭൂട്ടാൻ, ചൈന അതിർത്തികളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഐഷത്തുൽ ഷംനയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം. പക്ഷേ അടിക്കടി ഈ മേഖലകളിലെല്ലാം ഈ ഭൂചലനം അനുഭവപ്പെടുന്നത് ഒരു ആശങ്കയായി നിലനിൽക്കുകയാണല്ലേ? ഹർഷത്തുൽ ഷംനയിലേക്ക് നമുക്ക് എത്താം. എന്തായാലും അസമിൽ റിക്ടർ സ്കെയിലിൽ 5.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഗുവാഹത്തി, മൊറീഗാവ് മേഖലകളിലും സംസ്ഥാനത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. പുലർച്ചെ 2:25 ഭൂചലനം അനുഭവപ്പെട്ടത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, ഭൂട്ടാൻ, ചൈന അതിർത്തികളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ നമ്മൾ അന്തർദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കെ കൊല്ലപ്പെട്ട 4 ഇസ്രയേലി ബന്ദികളെ ഹമാസ് കൈമാറി. 600-ലധികം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു. തടവുകാരുടെ മോചനം ഇസ്രയേൽ വൈകിപ്പിച്ചത് ഏറെ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് നടപടി. ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഇപ്പോൾ
നേരത്തെ ഉണ്ടായിരുന്ന ഈ കരാർ പ്രകാരമാണ് ഇസ്രയേലി ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുന്നത്. അതിൽ ഈ കരാറ് പാലിക്കുന്നതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പല ഘട്ടങ്ങളിലും വീഴ്ചകളൊക്കെ സംഭവിച്ചിരുന്നു. ഇതിപ്പോൾ 4 ബന്ധികളുടെ മൃതദേഹം ഇസ്രയേലിന് കൈമാറിയിരിക്കുകയാണ്. പലസ്തീൻ തടവുകാരെയാണ് പകരമായി ഇസ്രയേൽ വിട്ടു നൽകേണ്ടത്. ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നടപടികളൊക്കെ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ആര്യ, ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ ആ കരാറുകൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ ആദ്യഘട്ട കരാർ അവസാനിക്കും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട 4 ഇസ്രായേലുകാരെ ഹമാസ് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ 600 തടവുകാരെയാണ്, ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ ഹമാസിന് കൈമാറിയിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ ഈ ഹമാസ് ബന്ദികളെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ദികളെ അപമാനിക്കുകയാണ് പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് എന്നൊക്കെ ആരോപിച്ച് ഇസ്രായേൽ ഈ തടവുകാരെ വിട്ടുകൊടുക്കാൻ വൈകിപ്പിച്ചിരുന്നു. അത് ഏറെ ആശങ്കകൾക്കാണ് വഴിവെച്ചിരുന്നത്. കാരണം ഈ കരാർ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ആരോപിച്ച് ഹമാസ് രംഗത്തെത്തിയിരുന്നു. ബന്ദികളെ വിട്ടുകൊടുക്കുന്നില്ലെന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത് വീണ്ടും യുദ്ധം മുറുകുകയാണോ എന്ന തരത്തിലുള്ള വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യഘട്ട കരാർ അവസാനിക്കാനിരിക്കെ ഈ ബന്ദികളെ ഇരുവരും കൈമാറിയിട്ടുണ്ട്. ഇതുവരെ 2000-ഓളം തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട 8 പേരെയും മറ്റു 3 ബന്ദികളെയും ഹമാസും തിരിച്ച് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ഈ നടപടി ഉണ്ടായത്. ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ 10 വർഷത്തിന് ശേഷം ഇസ്രായേൽ വീണ്ടും സൈന്യത്തെ വിന്യസിക്കുന്നു. അത് വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരുന്നത്. കാരണം ഈ നെതന്യാഹു പറഞ്ഞിരുന്നത് ഏത് ഘട്ടത്തിലും ഇനി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവാൻ, ഗാസ മുനമ്പിൽ ഒരു തുറന്ന യുദ്ധത്തിന് ഏത് നിമിഷവും തയ്യാറാണെന്ന് വരെ നെതന്യാഹു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയായിരുന്നു വെസ്റ്റ് ബാങ്കിലടക്കം വീണ്ടും സൈന്യത്തെ വിന്യസിച്ചിരുന്നത്. അതും ഇത്തരത്തിൽ യുദ്ധം മുറുകുകയാണ്, വീണ്ടും ശക്തിപ്പെടുകയാണ് എന്ന തരത്തിലേക്കായിരുന്നു ചർച്ചകൾ വഴിവെച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ വെച്ച് തന്നെയാണ് ഇസ്രായേൽ തിരിച്ച് ഹമാസിന്റെ തടവിലാക്കപ്പെട്ട ഫലസ്തീനുകാരെ വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസമുള്ള നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. ശരി, ആയിഷത്തുൽ ഷംലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആശ്വാസകരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ളതാണ്. വൃക്കകളെ ബാധിച്ച അണുബാധ ഭേദപ്പെട്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടതായാണ് CT സ്കാൻ റിപ്പോർട്ട്. ഫെബ്രുവരി 14-നാണ് ന്യൂമോണിയയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. അപർണ കുറുപ്പ് ചേരുന്നു നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. അപർണ, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണല്ലോ വത്തിക്കാനിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. 2 ഡബിൾ ന്യൂമോണിയ ആയിരുന്നു. 2 ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ തീവ്ര ഗുരുതരാവസ്ഥ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യനില ഭേദപ്പെട്ടു എന്നല്ല വത്തിക്കാൻ പറയുന്നത്. അപ്പോഴും അദ്ദേഹം ആശുപത്രി കിടക്കിൽ എഴുന്നേറ്റിരുന്ന് സഹപ്രവർത്തകരോട് ചിരിച്ചു, തമാശകൾ പറഞ്ഞു, സംസാരിച്ചു എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊപ്പം തന്നെ അദ്ദേഹം വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളും ഒപ്പം ചീഫ് ഓഫ് സ്റ്റാഫ് ആർച്ച് ബിഷപ്പ് പെന പരാരുമായിട്ട് മാർപ്പാപ്പ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഈ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം 2 പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതായിട്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി ശ്വാസോച്ഛ്വാസം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 കരളിലും തീവ്രമായിട്ട് അണുബാധ ബാധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 88 വയസ്സാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബ്രോങ്കൈറ്റിസിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയൊരു സാഹചര്യമുണ്ട്. ആ തരത്തിലൊക്കെ വളരെ ഗുരുതരാവസ്ഥയിൽ പോവുകയും റോമിലേക്ക് വിശ്വാസികൾ വലിയ പ്രാർത്ഥനകളുമായി ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. ആ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ തരത്തിൽ ഫലം കാണുന്നു എന്നുള്ളൊരു ആശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം അതിതീവ്ര ഗുരുതരാവസ്ഥയിൽ നിന്ന് മറികടന്നിരിക്കുന്നു. പക്ഷേ ആരോഗ്യനില ഭേദപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. തനിയെ അദ്ദേഹം കുർബാന സ്വീകരിക്കുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ആശുപത്രിയിൽ കഴിയുമ്പോൾ കിടക്കയിലിരുന്ന് അദ്ദേഹം കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയാണ് വത്തിക്കാൻ ഈ നിമിഷത്തിൽ സി ഓഫ് പ്രസിലൂടെ പുറത്തേക്ക് വിടുന്നത്.
തീർച്ചയായും അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര ഗുരുതരാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഭേദപ്പെട്ടു എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രാർത്ഥനയിലായിരുന്നു വിശ്വാസി ലോകം ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് വേണം നമുക്ക് പറയാൻ. സാധാരണക്കാർ ഉൾപ്പെടുന്ന സൗഹൃദ വലയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്നത്. പ്രിയപ്പെട്ട പാപ്പ ആരോഗ്യവാനായി തിരിച്ചു വരാൻ ലോകത്തിനൊപ്പം പ്രാർത്ഥനയോടെ കാത്തിരിപ്പിലാണ് റോമിലെ തയ്യൽ തൊഴിലാളികൾ മുതൽ ഐസ്ക്രീം കച്ചവടക്കാർ വരെ. മാർപ്പാപ്പയുടെ വിശുദ്ധ വസ്ത്രങ്ങൾ തുന്നുന്ന റാനിയറോ മാൻസിനെല്ലി, ഐസ്ക്രീം വ്യാപാരി സെബാസ്റ്റ്യൻ പാർദോ, റോമിലെ ഹിസ്റ്റോറിക് സെന്ററിലെ കണ്ണട വ്യാപാരി, ഇവരെല്ലാം കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പാപ്പയെ. സാധാരണ വസ്ത്രധാരണ രീതി, എളിമയുള്ള ജീവിതശൈലി, ആഡംബരത്തോടുള്ള വെറുപ്പ്, ഇതെല്ലാമാണ് ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നെയ്ത്തുകാരൻ. മാർപ്പാപ്പയുമൊത്തുള്ള അനുഭവങ്ങൾ റെനീറോ മാൻസിനെല്ലി നെയ്തെടുക്കുന്നത് ഇങ്ങനെ. I papi che ho servito sono 3, Giovanni Paolo II, San Giovanni Paolo II. ഐസ്ക്രീം രുചികളിലുമുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടങ്ങൾ. കോവിഡ് കാലത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ ക്ഷണിച്ചതും കുടുംബവുമൊത്ത് പോയി കണ്ടതും ഓർക്കുന്നു പാപ്പയുടെ സ്വന്തം ഐസ്ക്രീം മേക്കർ. 2022 സാധാരണക്കാരെ പോലെ കണ്ണടക്കടയിലെത്തിയ ഫ്രാൻസിസ് പാപ്പയെ കാണാൻ വിനോദസഞ്ചാരികൾ തടിച്ചുകൂടിയതടക്കം ഇവർക്ക് പറയാൻ സ്നേഹവായ്പിന്റെ ഫ്രാൻസിസ് അനുഭവങ്ങൾ നിരവധി. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി ഇവരും കാത്തിരിക്കുകയാണ് രോഗത്തെ തോൽപ്പിച്ച് മടങ്ങിയെത്തുന്ന പാപ്പയെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താൽപര്യം യുക്രൈൻ ഉപേക്ഷിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞു എന്നുള്ളതാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച US സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത്. യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും അതിനാൽ നാറ്റോ അംഗത്വം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എത്രയും വേഗം നേരിട്ട് സംസാരിക്കണമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയും യുക്രൈനും തമ്മിൽ ഈ ധാതു സമ്പത്തിന്റെ ഖനനവുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് എത്താൻ ധാരണയായത്. അപ്പോൾ ഈ കൈമാറ്റ കരാറിൽ യുക്രൈൻ ഒപ്പുവെക്കും, ഉടൻ അത് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഇതിനായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നാളെ വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പുതിയ നീക്കം. സെലൻസ്കിയെ സ്വേച്ഛാധിപതിയെന്ന് ട്രംപ് മുദ്രകുത്തുകയും 2022 റഷ്യ ആരംഭിച്ച യുദ്ധത്തിന് യുക്രൈനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് US-ഉം യുക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു എന്നത് ചർച്ചയായിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ തയ്യാറാകുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് സെലൻസ്കി വെള്ളിയാഴ്ച വരും. അത് ഇപ്പോൾ സ്ഥിരീകരിച്ചു. ഞങ്ങൾ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു. ട്രഷറി സെക്രട്ടറിക്കും വാണിജ്യ സെക്രട്ടറിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ട്രംപ് അറിയിച്ചു. നമ്മുടെ പണം തിരികെ ലഭിക്കാൻ ഒരു കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഭാവിയിൽ ഞങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും. അത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു, ട്രംപ് വ്യക്തമാക്കി. യുക്രൈൻ പുനർനിർമ്മാണത്തിന് ഫണ്ട് നൽകുന്നതിനായി ഈ കരാറിൽ തന്റെ ഭരണകൂടം സന്തുഷ്ടരാണെന്നും ട്രംപ് പറഞ്ഞു. റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായുള്ള വിശാലമായ ചർച്ചകളിൽ യുക്രൈന്റെ അപൂർവമായ ധാതുക്കളിലേക്കാണ് US കണ്ണുവെക്കുന്നത്. യുക്രൈന് നൽകിയ US സഹായത്തെയും ട്രംപ് പെരുപ്പിച്ചു കാണിക്കുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏകദേശം $120 ബില്യൺ നൽകിയത്. എന്നാൽ ഇത് $350 ബില്യൺ ആണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഈ പണം തിരിച്ചുപിടിക്കുന്നതിന് പുതിയ കരാർ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. കരാറിനെ കുറിച്ച് സെലൻസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കരാർ ഒന്നുകിൽ വലിയ വിജയമാകും, അല്ലെങ്കിൽ നിശബ്ദമായി മാഞ്ഞുപോകാം. വിജയം പ്രസിഡന്റ് ട്രംപുമായുള്ള സംഭാഷണത്തെ ആശ്രയിച്ചിരിക്കും. തനിക്ക് അമേരിക്കയുമായി ചേർന്നു പോകാനാണ് ആഗ്രഹമെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ നിന്ന് ഇങ്ങ് ബംഗ്ലാദേശിലേക്ക് വന്നാൽ ബംഗ്ലാദേശിലെ ക്രമസമാധാന നില വഷളാകുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പട്ടാള മേധാവി. ചിലർ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയാണ് എന്ന് ജനറൽ വക്കർ ഉസ് സമാൻ ആരോപിച്ചു. ബംഗ്ലാദേശിലെ സൈനിക പ്രവർത്തനങ്ങളിൽ ISI ഇടപെടലുകൾ നടക്കുന്നതിലും പട്ടാള മേധാവിക്ക് അതൃപ്തിയുണ്ട്. കഴിഞ്ഞ 8 മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് തനിക്ക് മതിയായി എന്നാണ് സൈനിക മേധാവി ജനറൽ വക്കറുസ്സമാൻ വ്യക്തമാക്കുന്നത്. നമ്മൾ കണ്ട അരാജകത്വം നമ്മുടെ സ്വന്തം സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ജനറൽ ഉസമാൻ
നിയമപാലകരുടെ കാര്യക്ഷമമില്ലായ്മയെക്കുറിച്ചും കടുത്ത ആശങ്കകൾ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബംഗ്ലാദേശിൽ അക്രമം, കലാപം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ കുത്തനെ വർദ്ധിക്കുകയാണ്. ഫെബ്രുവരിയിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് ആരംഭിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. 3 ആഴ്ചയ്ക്കുള്ളിൽ 8600 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് പിടിയിലായതെന്ന് ഇടക്കാല സർക്കാർ പറയുന്നു. ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്ന ആശങ്കയും പരക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയതിനു ശേഷം സായുധ സേനയ്ക്ക് പോലീസിനു സമാനമായ ജുഡീഷ്യൽ അധികാരങ്ങൾ ലഭിച്ചിരുന്നു. ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക് ബംഗ്ലാദേശ് സേനയുടെ ക്വാർട്ടർ മാസ്റ്റർ ജനറലും ഇസ്ലാമിസ്റ്റുകളുമായി അടുത്തു പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനുമായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് സൈന്യത്തിൽ ഭിന്നിപ്പിനിടയാക്കിയിട്ടുണ്ട്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് യൂനസ് പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിൽ പട്ടാള അട്ടിമറിയുടെ സാധ്യതകൾ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് തെലങ്കാനയിലെ നാഗർ കർണൂലിൽ ടണലിൽ കുടുങ്ങിയ 8 തൊഴിലാളികളെക്കുറിച്ചുള്ള വാർത്ത. അവിടെ നിന്ന് വരുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത അപ്ഡേഷനുകൾ തന്നെയാണ്. ഇപ്പോൾ 6 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ ടണലിൽ തൊഴിലാളികൾ കുടുങ്ങിയിട്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത മങ്ങുന്നു എന്നുള്ളതാണ്. വിവിധ ഏജൻസികളിൽ നിന്നുള്ളവരാണ് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്നത്. ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ അവസാനത്തെ 50 മീറ്റർ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് സാഹചര്യം. 8 തൊഴിലാളികളാണ് കഴിഞ്ഞ 22-ാം തീയതി ഈ തുരങ്കത്തിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിന് തെലങ്കാന സർക്കാർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ സഹായവും തേടിയിട്ടുണ്ട്. സ്വപ്ന കിരീടം തേടി കേരളം. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ മികച്ച സ്കോർ ലക്ഷ്യമിട്ട് വിദർഭ. 4 വിക്കറ്റിന് 254 റൺസ് എന്ന നിലയിലാണ് വിദർഭ ഉള്ളത്. രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുക. 138 റൺസുമായി ക്രീസിലുള്ള ഡാനിഷ് മലേവാറും 86 റൺസ് എടുത്ത് പുറത്തായ കരുൺ നായരും ചേർന്നാണ് വിദർഭയെ മികച്ച നിലയിലെത്തിച്ചത്. 24 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായ വിദർഭ 4-ാം വിക്കറ്റിൽ 215 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ചു. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, ഈ തുടക്കം കണ്ടപ്പോൾ നമ്മളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. കേരളത്തിന്റെ മികച്ച പ്രകടനം, അത് കഴിഞ്ഞ് കേരളത്തെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് വിദർഭ. നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വിദർഭ ഇനിയും മുന്നേറുമെന്ന് പ്രതീക്ഷിക്കണോ? എങ്ങനെയാണ് 2 ടീമുകളുടെയും ഇതുവരെയുള്ള കളി വിലയിരുത്തുമ്പോഴുള്ള അവരുടെ ഒരു ഫോമൊക്കെ? ആര്യ പറഞ്ഞത് വ്യക്തമാണ്. കാരണം ആദ്യ സെഷനിൽ കേരളം വലിയൊരു മുന്നേറ്റത്തിൽ തന്നെയായിരുന്നു. 24-3 വിദർഭയെ അവരുടെ ഗ്രൗണ്ടിൽ കീഴടക്കാൻ കേരളത്തിന് സാധിച്ചു. പക്ഷേ രണ്ടാം സെഷനിലേക്ക് വന്നപ്പോഴേക്കും കാര്യങ്ങൾ മാറുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഡാനിഷ് മലേവറും കരുൺ നായരും കൂടി ചേർന്ന് ഒരു 215 റൺസ് പാർട്ട്ണർഷിപ്പ് 4-ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തപ്പോഴേക്കും കേരളത്തിന് ആദ്യത്തെ ദിവസത്തിലെ 2-3 സെഷനുകൾ വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ഒരു ആശ്വാസകരമായ കാര്യം, ആ 215 റൺസ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളത്. അത് വിദർഭയുടെ ഏറ്റവും അനാവശ്യമായ റണ്ണൌട്ട് മലയാളിയായ കരുൺ നായറിനെ മുഹമ്മദ് അസറുദ്ദീൻ റണ്ണൌട്ട് ആക്കുകയാണ് ചെയ്തത്. അത് വളരെ ദേഷ്യപ്പെട്ട് കരുൺ നായർ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആദ്യത്തെ ദിനം എന്തായാലും പറയാം കേരളത്തിൻ്റേതല്ല. കാരണം ആദ്യത്തെ സെഷൻ മാത്രമായിരുന്നു കേരളത്തിൻ്റേതെന്നും 2-3 സെഷൻ വിദർഭയുടെ കയ്യിലുമായിരുന്നു. ഏകദേശം 254 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ നിന്നാണ് വിദർഭ നിലവിൽ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം കേരളത്തിന് അതീവ നിർണായകമാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയേ പറ്റൂ. ഡാനിഷ് മലേവർ ഒരറ്റത്ത് 138 റൺസിൽ നോട്ടൌട്ടായി നിൽക്കുമ്പോൾ യാഷ് താക്കൂറാണ് നിലവിൽ അദ്ദേഹത്തോടൊപ്പം ക്രീസിൽ നിൽക്കുന്നത്. 5 റൺസുമായിട്ടാണ് യാഷ് താക്കൂർ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം വിദർഭയെ ഓൾ ഔട്ട് ആക്കുക, ഒന്നുകിൽ ആദ്യത്തെ സെഷന് മുമ്പ് തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ സെഷന്റെ പകുതിയോടുകൂടി തന്നെ വിദർഭയെ ഓൾ ഔട്ട് ആക്കി കേരളം ഇന്ന് ബാറ്റിംഗിന് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. കാരണം 5 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയിലേക്ക് വീണ്ടും ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡിലേക്കുള്ള ഡ്രമാറ്റിക് നാടകീയമായ കാര്യങ്ങളിലേക്കൊന്നും കേരളത്തിന് ഇനി പോകാൻ താല്പര്യമില്ല. കാരണം ജമ്മുവിനെതിരെയും ഗുജറാത്തിനെതിരെയും ഒക്കെ ടെൻഷൻ അടുപ്പിച്ചാണ് കേരളം മുന്നോട്ട് പോയത് തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം കേരള ബൗളർമാർക്ക് അതീവ നിർണായകമാണ്. ഇന്നത്തെ ദിവസത്തിൽ ആദ്യത്തെ സെഷനുള്ളിൽ തന്നെ ആദ്യത്തെ 30 ഓവറിൽ തന്നെ വിദർഭയുടെ പല വിക്കറ്റുകളും വീഴ്ത്തുക, ഓൾ ഔട്ട് ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എങ്കിൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യത, ഒരു വിജയത്തിലേക്കൊരു സാധ്യത നമുക്ക് മാറ്റാൻ പറ്റൂ. കാരണം നമുക്ക് 7 പതിറ്റാണ്ടായിട്ടുള്ള നമ്മുടെ സ്വപ്നമാണ് രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ പോലും മത്സരം ഇപ്പോഴും വിദർഭയുടെ കയ്യിൽ തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും സുവർണ്ണ അവസരം കേരളം ഇന്നത്തെ ദിവസത്തോടുകൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. MD നിതീഷും ഏതൻ ആപ്പിൾ ടോമുമാണ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളർമാർ. ഒരെണ്ണം റണ്ണൌട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പിന്നർമാർ ഇപ്പോൾ ജലത് സക്സേനയും ആദിത്യ സർവാദിയുമായിരുന്നു ഗുജറാത്തിനെതിരായ മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ
നിർണായകമായത്. പക്ഷേ ഇരുവർക്കും ആദ്യ ദിനത്തിൽ വിക്കറ്റുകളൊന്നും തന്നെയില്ല. സ്പിൻ ട്രാക്കിലേക്ക് കാര്യങ്ങൾ മാറാതെ പേസ് ബോളർമാർക്കായിരുന്നു കൂടുതൽ അനുകൂലം. അപ്പോൾ ഇന്നത്തെ ദിവസം പേസ് ബോളർമാരെ തന്നെ മുൻനിർത്തിക്കൊണ്ട് കേരളം ശക്തമായ അറ്റാക്കിങ്ങിൽ തന്നെയായിരിക്കാൻ പോകുന്നത്. വിദർഭയെ പിടിച്ചു കെട്ടുക, ആദ്യ സെഷനിനുള്ളിൽ തന്നെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് കേരള ബൗളർമാരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നേടാൻ സാധിച്ചാൽ കേരളത്തിന് രണ്ടാം ദിനം കൈവെള്ളിയിൽ ഒതുക്കാൻ സാധിക്കും. ആര്യ, തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വപ്ന കിരീടം രഞ്ജി ട്രോഫി ഈ മണ്ണിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് നാഗ്പൂരിൽ കേരളം നന്നായി വിയർത്തേ മതിയാകൂ എന്നുള്ളതാണ്. ഏറെ നിർണായകമായ ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച ഇന്ന്. അഫ്ഗാനിസ്ഥാനോടേറ്റ ഞെട്ടിക്കുന്ന തോൽവിയോടെ ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി. 326 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 317 റൺസിന് ഓൾ ഔട്ടായി. ഇബ്രാഹിം സദ്രന്റെ സെഞ്ചുറി മികവിലാണ് അഫ്ഗാൻ കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത്. 177 റൺസ് എടുത്ത സദ്രൻ അഫ്ഗാൻ താരം നേടുന്ന ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയായി. ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷാഹിദിയും മുഹമ്മദ് നബിയും 40 റൺസ് വീതം നേടി. 120 റൺസ് എടുത്ത ജോ റൂട്ട് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകിയെങ്കിലും മറ്റുള്ള ബാറ്റർമാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല. 5 വിക്കറ്റ് വീഴ്ത്തി അസമത്തുള്ള ഒമർ സായി ബൌളിംഗിൽ തിളങ്ങി. ജയത്തോടെ അഫ്ഗാൻ സെമി പ്രതീക്ഷ നിലനിർത്തി. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും. സംസ്ഥാനത്തെ അടക്കം മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പരിശോധിക്കാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് ദമ്പതികൾ എന്നുള്ളത്. ഇവരെ തേടി വീണ്ടും ജാർഖണ്ഡ് പോലീസ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദമ്പതികളെ ജാർഖണ്ഡ് പോലീസ് വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. ഗാലിബിനെയും ആശയെയും കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാൻ രാജ്റപ്പ പോലീസിന്റെ ശ്രമം നടക്കുകയാണ്. ഇന്നലെ രാത്രിയും അവർ അതിനെ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ. രാജ്റപ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത കിഡ്നാപ്പിംഗ് കേസിന്റെ FIR ന്യൂസ് 18 ലഭിച്ചു. ഗാലിബിനെതിരെ കള്ളക്കേസെടുത്ത പോലീസ് ആശയെ മാത്രം വിട്ടു നൽകിയാൽ മതിയെന്ന ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. കേരള പോലീസ് നിയമ തടസ്സം അറിയിച്ചിട്ടും രാജ്റപ്പ പോലീസ് കായംകുളത്ത് തന്നെ തുടരുകയാണ്. ശരണ്യ സ്നേഹജൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഇന്നലെ ശരണ്യ തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത്. പ്രായപൂർത്തിയായ 2 പേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മുടെ രാജ്യത്ത്, അതായത് പ്രത്യേകിച്ച് ഇപ്പം ജാർഖണ്ഡിലാണ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭമാണ്. ഇവർ 2 മതത്തിലായി പോയി എന്നതിൻ്റെ കാരണത്താൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ സുഹൃത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് കേരളത്തിൽ അഭയം പ്രാപിച്ചത്. പക്ഷേ ഇവിടെയും ജാർഖണ്ഡ് പോലീസ് അവരെ വിടുന്നില്ല. കള്ളക്കേസ് എടുക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ ഈ പെൺകുട്ടി ആശയെ തിരികെ കൊണ്ടുപോകാൻ ഏതൊക്കെ തെറ്റായ തരത്തിൽ കൂടിയാണെങ്കിൽ പോലും തിരികെ കൊണ്ടുപോയേ മതിയാകൂ എന്നുള്ളൊരു നിലപാടെടുത്ത് കേരളത്തിൽ തന്നെ തുടരുന്നു എന്നറിയുമ്പോൾ അത് വളരെ ആശ്ചര്യമായി തോന്നുകയാണ്. എന്തായാലും ഈ ദമ്പതികളുടെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ അത് ഏത് തരത്തിലാണ്? എന്താണ് കേരള പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? തീർച്ചയായിട്ടും അത് ഇന്നലെ രാത്രിയും ജാർഖണ്ഡ് പോലീസിന്റെ തെരച്ചിൽ ഈ ഗാലിബിനായി ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ പുറത്തുവിടുന്ന രേഖകൾ പ്രകാരം ഗാലിബിനെതിരെ ജാർഖണ്ഡ് പോലീസ് എടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്നുള്ളത് വ്യക്തമായി പറയാനാകും. കാരണം കഴിഞ്ഞ 14-ന് ഈ ജാർഖണ്ഡിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി. അവരോടൊപ്പം തന്നെ ആശയുടെ സഹോദരി അൽക്ക അടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ദമ്പതികളുമായി സംസാരിച്ചപ്പോൾ ഇവർ സ്വമേധയ, അതായത് നമുക്കറിയാം ആശയ്ക്ക് 30 വയസ്സും ആശയ്ക്ക് 26 വയസ്സും ഗാലിബിന് 30 വയസ്സും പ്രായമുണ്ട്. ഇവർ രണ്ടുപേരും ജോലിയുള്ള ആളുകളുമൊക്കെയാണ്. അപ്പോൾ ഇവർ പറയുന്നു സ്വന്തമായി തങ്ങളുടെ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ നാട്ടിൽ മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള കാരണത്താൽ, വ്യത്യസ്ത മതത്തിലുള്ള ആളുകളാണെന്നുള്ള കാരണത്താൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തങ്ങൾ കേരളത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യം. തങ്ങൾ വിവാഹിതരാണ് എന്നുള്ള കാര്യം ഇവരെ അറിയിക്കുന്നു. തുടർന്ന് ഇവർ പറഞ്ഞു ഇവർക്ക് സ്റ്റേറ്റ്മെന്റ് വേണം. അങ്ങനെ ഈ കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് 14-ാം തീയതി രാത്രിയോടെ ആശയുടെ സ്റ്റേറ്റ്മെന്റ് ഈ രാജ്റപ്പ പോലീസ് എടുക്കുന്നത്. തുടർന്ന് പുലർച്ചെയോടെ കൂടി ആ സ്റ്റേറ്റ്മെന്റ് തീരുകയും 15-ാം തീയതിയിലെ ഡേറ്റിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇവർ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഈ 15-ാം തീയതി ഒപ്പിട്ട് വാങ്ങുമ്പോഴും ഇവരുടെ സുഹൃത്തായ അഡ്വക്കേറ്റ് കെയുടെ
കൂടി പിന്നെ സാന്നിധ്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയെന്നുള്ളത് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ശേഷം ഇവിടെ അന്ന് ഇവരിവിടെ വരുമ്പോൾ ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറോ മറ്റു രേഖകളോ ഒന്നുമില്ല. പക്ഷേ അതിനുശേഷം ഇത് നിയമപരമായി ഇവരെ വിട്ടു നൽകാനാവില്ല എന്ന് കേരള പോലീസ് അറിയിച്ചു. ജാർഖണ്ഡ് പോലീസിന് അത്തരത്തിൽ നിയമപരിരക്ഷ നൽകാനായി കേരള പോലീസിന് സാധിക്കില്ല എന്നുള്ള വിവരം അവർ കായംകുളം പോലീസ് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ അടുത്ത മാർഗം അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് ഏത് വിധേനയും കൊണ്ടുപോവുക എന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇറക്കിയിരിക്കുന്നത്. ആ കിഡ്നാപ്പിംഗ് കേസിന്റെ എഫ്ഐആർ നമ്മൾ രാജരപ്പ പോലീസ് ഇട്ട ആ എഫ്ഐആർ പരിശോധിക്കുമ്പോൾ തന്നെയാണ് ഇതിന്റെ കള്ളക്കളികൾ മനസ്സിലാവുക. അതായത് രാജരപ്പ പോലീസ് ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ 22-നാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിന് മുൻപ് തന്നെ 15-ാം തീയതി കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവർ കായംകുളത്തുണ്ടെന്നും സുരക്ഷിതരാണെന്നും അത്തരത്തിൽ കിഡ്നാപ്പിംഗ് അല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഗാലിബിനൊപ്പം പോയതെന്നും ആശ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കയ്യിലിരിക്കുകയാണ് 22-ന് അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇവർ ഉന്നയിക്കുന്നത് പോലെ തന്നെ ആശയും ഗാലിബും പറയുന്നത് പോലെ തന്നെ ഇവർക്ക് തിരിച്ച് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് അതീവ ഗുരുതര സാഹചര്യമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടു. ഈ ദൃശ്യങ്ങൾ പ്രകാരം അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഹിന്ദു മഹാസംഘടനയുടെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ ഇവർ താമസിക്കുന്ന ചിത്തപ്പൂരിൽ നിന്നും ഈ ഗാലിബിന്റെ കുടുംബത്തിന് തന്നെ അവിടുന്ന് വിട്ടുപോകേണ്ട സാഹചര്യം വന്നു. അവരിപ്പോ റാഞ്ചിയിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ് എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം, രണ്ട് മതത്തിൽപ്പെട്ടവരായി പോയി എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നത്. അതിനിടയിൽ തന്നെ ഇവർ ഇവിടെ എത്തി ഹിന്ദു മതാചാരപ്രകാരവും ഇസ്ലാം മതാചാരപ്രകാരവും ഇവർ വിവാഹിതരായി. ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകേണ്ടതായി, അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകേണ്ടതായി ഉണ്ടായിരുന്നു. കാരണം ഈ 14-ാം തീയതി ഇവിടേക്ക് ജാർഖണ്ഡിൽ നിന്നുള്ള അന്വേഷണ സംഘം എത്തും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിവാഹിതരാവണം എന്നുള്ളതായിരുന്നു. അത് അങ്ങനെ ആദ്യം അവർ ഇസ്ലാം മതാചാരപ്രകാരം വിവാഹിതരായി. അതിനുശേഷം ഇതിന് നിയമപരമായി ആ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടി അവർ കായംകുളം നഗരസഭയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിൽക്കുകയും പിന്നീട് ഹിന്ദു മതാചാരപ്രകാരം ആശയുടെ വിശ്വാസപ്രകാരവും അവർ വിവാഹിതരാവുകയും ചെയ്തു. ആശയുടെ വിശ്വാസങ്ങൾ പിന്തുടർന്ന് തന്നെയാണ് പോകുന്നതെന്ന് നമ്മൾ ആശയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഉള്ള മറ്റൊരു റെസ്ട്രിക്ഷൻസും ഈ ഗാലിബിന്റെ ഭാഗത്തു നിന്ന് ആശയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ വളരെ പക്വതയോടെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ജാർഖണ്ഡ് പോലീസിന് ബോധ്യമാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇവരുടെ രണ്ടുപേരുടെ അഭിഭാഷകയായിട്ടുള്ള ഗയ നിരന്തരം നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ടല്ലോ. ഗയ സൂചിപ്പിച്ച ഒരു കാര്യം എന്തെന്നാൽ ഈ കുടുംബത്തിനല്ല ഇപ്പോൾ പ്രധാനമായും ഈ പരാതികളൊന്നും നൽകുന്നതും ഇവരെ തിരിച്ച് നാട്ടിലെത്തിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലൊക്കെ ഉള്ളത് ഈ ആശയുടെ കുടുംബമല്ല, മറിച്ച് ആ നാട്ടിലുള്ള രാഷ്ട്രീയമായ സംഘടനകളാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഒരു നാട് മുഴുവൻ ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേർ വിവാഹിതരായതിൻ്റെ പേരിൽ ഒരു നാട്ടിൽ നടക്കുന്ന പ്രതിഷേധം കണ്ടാൽ പന്തം കൊളുത്തി പ്രകടനമൊക്കെയാണ് തെരുവിലൂടെ കാണുമ്പോൾ തന്നെ നമുക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ കാലത്ത് ഇത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പെൺകുട്ടി തന്റെ ജീവനടക്കം അപകടത്തിലാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ ജാർഖണ്ഡ് പോലീസിന്റെ രാജരപ്പ പോലീസിന്റെ ഇടപെടൽ തന്നെ നമുക്ക് വളരെ അവിശ്വസനീയമായി തോന്നും. കാരണം അവർ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഗാലിബിന്റെ പേരിലാണ്. അവർക്ക് നിയമപ്രകാരം അവർക്ക് കൊണ്ടുപോകേണ്ടത് ഗാലിബിനെയാണ്. എന്നാൽ ഇവർ ആവശ്യപ്പെടുന്നത് അതും നമ്മുടെ കായംകുളം പോലീസിനോട് തന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആശയെ കിട്ടിയാൽ മതി, ഗാലിബ് ഇവിടെ തുടർന്നോട്ടെ, ആശയെ ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിചിത്രവാദമൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുക. നമുക്ക് ആശയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആശ പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യ പ്രകാരം ഇതൊരു വലിയ ദുരഭിമാനമായി
ഈ വിഷയം മാറിയിട്ടുണ്ട്. അതായത് ഒരു മതത്തിൽപ്പെട്ട അന്യമതത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളെ ഹിന്ദു മതത്തിൽപ്പെട്ട ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത് അവിടെ അതൊരു വലിയ അഭിമാന പ്രശ്നം പോലെ, അത്തരത്തിലൊരു ദുരഭിമാന പ്രശ്നം പോലെ ഈ വിഷയം കത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 46 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ പോലും വീട്ടുകാർ തയ്യാറായത് എന്നുള്ളതാണ് ആശ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്വന്തം വീട്ടുകാർക്ക് അപ്പുറത്തേക്ക് അത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പ്രശ്നമായി ഉയർത്തിക്കാട്ടിയതിൽ വർഗീയത കലർത്തിയാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചാണെങ്കിൽ അവിടേക്ക് മടങ്ങിപ്പോയാൽ തന്റെ മരണം ഉറപ്പാണ് എന്നാണ് ആശ പറയുന്നത്. നമ്മൾക്ക് ജാർഖണ്ഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു കലാപ മാതൃകയിലാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ആ സ്ഥലത്തേക്ക് എങ്ങനെ ഇവർ പോകും എന്നുള്ളതാണ്. മാത്രമല്ല തീർച്ചയായും കേരളത്തിലെത്തിയ ഭരണഘടനാപരമായ മൂല്യങ്ങൾ അവകാശങ്ങളുള്ള 2 ഇന്ത്യൻ പൗരന്മാരാണ് ഇവർ. സ്വാഭാവികമായും അവർ കേരളത്തിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കേരളത്തിൽ അവർക്ക് നിയമപരിരക്ഷ തീർച്ചയായും നൽകേണ്ടതാണ്. അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിനും ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനും പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇന്നലെ രാജ്യസഭ പോലീസ് ഈ വിഷയത്തിനകത്ത് തിരച്ചിൽ നടത്തുമ്പോഴും അതിന് അത്തരത്തിൽ ഒരു സഹായവും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലായിരുന്നു അവിടെ കായംകുളം പോലീസ് ഉണ്ടായിരുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരള പോലീസിന്റെ ഇപ്പോഴുള്ള നടപടികളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ ആശാവഹം തന്നെയാണ്. മതം നോക്കാതെ സ്നേഹിച്ചതിന്റെ പേരിൽ മതത്തെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഒരു വിഭാഗം ഇവരെ ആക്രമിക്കാൻ നിൽക്കുകയാണ്, ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അഭയം പ്രാപിച്ചത് കേരളത്തിലാണ്. കേരളത്തിലുള്ളവർക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തിനൊക്കെയും അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ ഉണ്ട്. എന്തായാലും അത്തരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈക്കോടതിയിൽ എന്തായാലും ഇവർ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഉത്തരവുകളും ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ന്യൂസ് 18 കേരളം ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ആയിരിക്കും ഇവർക്ക് ഇവരുടെ നീതി ലഭിക്കുന്നത് വരെ. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ നടത്തുന്ന സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് NHM നിർദ്ദേശമെങ്കിലും സമരക്കാർ ഇതുവരെ അത് പാലിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആശമാരുടെ ആരോപണം. എന്നാൽ കണക്ക് നിരത്തിയാണ് സമരക്കാരുടെ ആരോപണങ്ങളെ സർക്കാർ നേരിടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് CITU ബദൽ സമരവും നടത്തുകയാണ്. ആലപ്പുഴയിലും കോഴിക്കോടും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കോഴിക്കോട് നിന്ന് അനീഷ് കുമാറും നമുക്കൊപ്പം ചേരാം. ആദ്യം ഡാൻ കുര്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡാൻ, 18ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പൊരിവെയിലിൽ ആശമാർ അവിടെ വന്ന് സമരം ചെയ്യുന്നത്. പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അതിനെ നിരന്തരം അവഹേളിക്കുന്ന CPM നേതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണക്ക് നിരത്തിയാണ് ഇവരോട് വെല്ലുവിളി ഉയർത്തുന്നത് സർക്കാർ എന്നുള്ളതും ഇപ്പോഴും അതൊരു വിഷമമായി കാണുന്ന നമുക്ക് പോലും ആശങ്കയായി നിൽക്കുകയാണ്. ഈ അനിശ്ചിതകാല സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണയുമായി, പ്രതിപക്ഷ പാർട്ടികളും പിന്തുണയുമായി എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ സെക്രട്ടേറിയറ്റിലേക്ക് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തുകയാണ്. ഒരുപക്ഷെ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഒരു പോഷക സംഘടന ഇങ്ങനെ വലിയ തരത്തിൽ ഇവർക്ക് പിന്തുണയുമായി എത്തുകയും അത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കനത്ത പോലീസ് വിന്യാസമായിരിക്കും അല്പസമയത്തിനകം ഒരുക്കുക. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സെക്രട്ടേറിയറ്റിന്റെ എല്ലാ പ്രധാന കവാടങ്ങളിലും കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം സമരം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ആശാ വർക്കർമാർ. മാർച്ച് 3-ാം തീയതി
നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. തുടർച്ചയായ ഒരു വിമർശനം, ആക്ഷേപങ്ങൾ ഈ സമരത്തിനെതിരെ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായ നടപടികളുണ്ട് എന്ന് CITU-യും ഇടത് സംഘടനകളുമൊക്കെ ആരോപിക്കുകയാണ്. എങ്ങനെ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ തീരുമാനം? സമരം ഇതുവരെ നടത്തിയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളിപ്പോൾ ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ആലപ്പുഴയും മലപ്പുറത്തും നടക്കുകയാണ്. നാളെ കോഴിക്കോടും കൊല്ലത്തും നടക്കുന്നു. അതിനുശേഷം നമ്മൾ 3-ാം തീയതി നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശാവർക്കർമാരും ഇവിടെ എത്തിച്ചേരാൻ, മഹാസംഗമത്തിന് വന്നതുപോലെ ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് വരെ നമ്മളെ സമരത്തെ പിന്തുണച്ച എല്ലാ സംഘടനകളും വ്യക്തികളും ഈ സമരത്തിന് വേണ്ടിയിട്ട് അന്ന് വരണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങളൊന്നുമില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള സമരം തന്നെയാണ്. അതിന് 3-ാം തീയതിക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ. ഇന്നത്തെ മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് ഇവിടേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറ്റുന്നതിനുള്ളൊരു നീക്കം ഈ സമരക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടോ? പോലീസിന് അങ്ങനെ സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ സമരം 18 ദിവസമായി ഇവിടെ ഇരിക്കുന്നു. എല്ലാവർക്കും അറിയാം, സമാധാനപരമായിട്ട് സ്ത്രീകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. അതിൻ്റെ പേരിൽ വേറെ ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ, ഇതുവരെ ആരും കാണിച്ചിട്ടില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല. അത് നിയമപാലകർ നോക്കുക, അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ഒരു കാരണവശാലും നമ്മുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെക്കോ ഇവിടെ ഇരിക്കുന്ന സമരത്തിനിരിക്കുന്ന ആശാ വർക്കർമാർക്കോ ഇല്ല. ആ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി അങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഈ പോലീസ് അതിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണം അവർ നടത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, അതോടൊപ്പം ഈ CITU ഉൾപ്പെടെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് ആശാ വർക്കർമാരിൽ ഭൂരിപക്ഷവും CITU-വിനൊപ്പമാണ്. അപ്പോൾ ഇതൊരു നാമമാത്രമായ ആളുകൾ മാത്രമാണ് പ്രതിഷേധവുമായി എത്തുന്നതെന്നാണ്. ആ കാര്യത്തിൽ വസ്തുതാപരമായി എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾക്കിടയിൽ? ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. മറിച്ച് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ന്യായമാണോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ന്യായമാണെന്ന് ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരും, CITU-ന്റെ ആണെങ്കിലും AITUC-യുടെ ആണെങ്കിലും മറ്റ് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമരം അവരുടെ കൂടി പിന്തുണയുള്ള സമരമാണ്. ഒരു സമരത്തിൽ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ന്യായമാണെന്ന് പറഞ്ഞാൽ അവരും ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അതായത് നിങ്ങൾക്ക് രഹസ്യമായിട്ടെങ്കിലും ഈ CITU-വിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ? ഞങ്ങൾ ആശാ വർക്കർമാരെ CITU-ന്നോ INTUC-ന്നോ കേരള ആശാ ഹെൽത്ത് വർക്കർ അങ്ങനെ തരംതിരിച്ചിട്ടില്ല. ആശാ വർക്കർമാരാണ്. അവരിവിടെ വരുന്നുണ്ട്. അത് ഏത് യൂണിയനിലുള്ളവരായിരുന്നു, ഏത് പാർട്ടിയിലുള്ളവരായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിക്കാറില്ല, ഇനി ചോദിക്കത്തുമില്ല. ആശാ വർക്കർമാർക്ക് വേണ്ടി. അപ്പോൾ ഈ സമരം ഇങ്ങനെ തന്നെ തീർച്ചയായിട്ടും സമരം തുടരും. അപ്പോൾ അതാണ് വ്യക്തമാക്കുന്നത്. 3-ാം തീയതി ഈ അവകാശങ്ങൾ സാധ്യമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഒരു വശത്തു നിന്ന് ഉയരുന്ന വിമർശനങ്ങൾക്കിടയിലും നിയമസഭയിലേക്ക് മാർച്ച് നടത്താനിരിക്കുകയാണ് ആശാ വർക്കർമാർ. വലിയ വേനൽ ചൂടുണ്ട്. ആ ചൂടിനെ വെല്ലുന്ന ആവേശവുമായാണ് 18-ാം ദിവസത്തിലേക്ക് ആശാ വർക്കർമാർ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് വഴിമാറുന്നത്. യെസ്, ഡാൻ കുര്യനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശം ചോരാതെ ആശമാരുടെ സമരം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആശ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതിൽ യൂണിയനോ പാർട്ടിയോ അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല, അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ടാണ് പോരാടുന്നത് എന്നുള്ളതാണ്. പക്ഷേ CITU-ന്റെ നേതൃത്വത്തിൽ ഇവിടെ ബദൽ മാർച്ച് നടക്കുന്നു. പ്രതിഷേധ രംഗത്തേക്ക് അങ്ങനെ അവർ കൂടി എത്തുന്നു, അങ്ങനെ ഒരു വിഭാഗം കൂടി എത്തുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയാണ് മാർച്ച് നടക്കുന്നത്. ഇന്ന് കോഴിക്കോട് മാർച്ചുണ്ട്. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് പ്രതിഷേധം? CITU ആഭിമുഖ്യത്തിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷനാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നടക്കുന്ന സമരം അനാവശ്യമാണ്. ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ തിരിയാതെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം രാഷ്ട്രീയ പ്രേരിതമായി തിരിയുന്നുവെന്നാണ് ഈ CITU സംഘടനയുടെ ആരോപണം. നേരത്തെ ഒന്നും ഈ ആശാ വർക്കർമാരുടെ സമരങ്ങളിലൊന്നും കാണാത്ത ഒരു കൂട്ടം ആശാ വർക്കർമാരാണ് ഇപ്പോൾ ഈ സമരത്തിന് പിന്നിലുള്ളതെന്നും CITU ആരോപിക്കുന്നു. ഇക്കാര്യം പറഞ്ഞാണ് ആദ്യം
മുതലകുളത്ത് നിന്നും മാർച്ചായി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പോവുകയും അവിടെ പ്രതിഷേധ സമരം നടത്തുന്നതിനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏപ്രിൽ 28-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നതിനുള്ള പ്രഖ്യാപനവും നേരത്തെ CITU ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയിരുന്നു. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി CPM എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ. LDF-ൽ നിന്ന് കൂറുമാറിയ നുസൈബയുടെ ഭർത്താവ് സുധീറിനെയാണ് ഫോണിൽ ഭീഷണിപ്പെടുത്തിയത്. പാർട്ടിയെ കുത്തിയാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ലെന്നും കരുതിയിരിക്കണമെന്നുമാണ് ഭീഷണി. ഒരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല, ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. നമുക്ക് ഇവിടെ നാസിക്കോ പ്രശ്നമല്ല, ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ, വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയാറുള്ളൂ. ജിജായി പിന്നെ കുറെ ഞങ്ങളെ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ജാനിന്റെ കണക്ക് പറഞ്ഞാൽ പോലെ പിന്നെ ഇത് കഴിയില്ല, ഞാൻ ഉറപ്പാണ് കഴിഞ്ഞു, അവിടെ തീർന്നു നമ്മള്. ജാൻവറിന് UDF-ന്റെ പിന്നെ UDF-ന് പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ പിന്നെ ഇത് പോവാന്നല്ല ഇത് പറഞ്ഞിരുന്നു. ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞിരുന്നു ചില ആളുകളോട്. ഇത് കൂടി UDF-നെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി എന്തുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത് CPM-ന്റെ തന്നെ പറയുന്നത്. CV അനുമോദ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനുമോദ്, ഇതിപ്പോൾ വലിയ പോരിലേക്ക് നീങ്ങുകയാണല്ലോ കാര്യങ്ങൾ. CPM അൻവർ പോര് എന്നുള്ള തലത്തിൽ തന്നെ കാണേണ്ടേ? കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയത്തിന് മുൻപത്തെ ഒരു ദിവസം ആണ് ഈ സംഭാഷണം നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ CPM നേതാക്കൾ നുസൈബയുടെ ഭർത്താവിനെ അവിടെ സംസാരിക്കുന്നതിന്റെ ശബ്ദ സന്ദേശമാണിത്. ഇതിന്റെ അവസാന ഭാഗത്താണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സംഭാഷണം ഉണ്ടായിരിക്കുന്നത്. അൻവറിന് കൂടെ നടന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാൽ വലിയ തിരിച്ചടിവുണ്ടാകുന്ന തരത്തിലാണ് ഈ സംഭാഷണം ഉണ്ടായത്. ഇതിന് മറുപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ ചുങ്കത്തറയിൽ തലക്കടിക്കുമെന്ന കൊലവിളി പ്രസംഗം നടത്തിയത്. ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ കേട്ടിരിക്കില്ല, അങ്ങോട്ടും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഭീഷണി പ്രസംഗം ഉണ്ടായത്. ഈ ശബ്ദ സന്ദേശത്തിന്റെ പ്രതികാരം അല്ലെങ്കിൽ അതിന് മറുപടി ആയിട്ടാണ്. ഇക്കാര്യത്തിൽ ഇനി പോലീസിന്റെ സമീപിക്കുമോ പരാതി കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. അനുമോദ് എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മലപ്പുറം മുത്തയടുത്ത് ജനവാസ മേഖലയിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ് കാട്ടാന ചരിഞ്ഞു. ചോളമുണ്ടയിലാണ് സംഭവം. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചരിഞ്ഞത്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഇതിപ്പോൾ ഈ ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്താറുള്ള ഒരു ആനയാണോ, ശല്യക്കാരനാണോ, എങ്ങനെയാണ്? ഈ ആനയുടെ ജഡം ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട്. നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, ആനയ്ക്ക് പ്രായാധിക്യവും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങളായിട്ട് ഈ ആന വനാതിർത്തിയിൽ നിന്ന് ഇറങ്ങി ജനവാസ മേഖലയിൽ തന്നെ തപ്പടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പുഴയുടെ തീരത്തും ഒക്കെ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. കൃഷിവിളകൾ സ്ഥിരമായിട്ട് നശിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളും ഈ ആന ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ആന നാട്ടുകാർക്ക് തലവേദനയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ ആനയുടെ പ്രാഥമിക ജഡപരിശോധന കഴിഞ്ഞപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കിയത് ആനയ്ക്ക് പ്രായാധിക്യവും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അതാണ് ഈ വീഴ്ചയുടെ ആഘാതത്തിന്റെ ഒപ്പം മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളാണുള്ളത്. സെപ്റ്റിക് ടാങ്ക് വലിയ ആഴമുള്ളതല്ലെങ്കിൽ പോലും ഈ ആനയ്ക്ക് അതിൽ നിന്ന് കരകയറാൻ കഴിയാതിരുന്നത് ഈ ആനയുടെ പ്രായാധിക്യവും അതേപോലെ തന്നെ രോഗദുരമായ സാഹചര്യങ്ങളുമായിരിക്കാം എന്നാണ് വിലയിരുത്തലുള്ളത്. എന്നാണെങ്കിലും ഈ ആന കുറെ ദിവസങ്ങളായിട്ട് ഈ മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ആനയുടെ ജഡം ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി അവിടെ തന്നെ ആയിരിക്കും സംസ്കരിക്കുക എന്നാണ് അറിയാനാവുന്നത്. ശരി, CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ UDF ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ. കളമശ്ശേരിയിലെ ചക്കോളാസിയിൽ രാവിലെ 10:30 യോഗം. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ തരൂരിനോടുള്ള നിലപാടും യോഗത്തിൽ ചർച്ചയാകും. നാളെയാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നത്.
തൃശൂർ പൂങ്കുന്നത്ത് മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളിയതിനെ തുടർന്ന് നിലത്തടിച്ച് വീണ് കായിക അധ്യാപകൻ മരിച്ചു. ചക്കാമുക്ക് സ്വദേശി അനിലാണ് മരിച്ചത്. സംഭവത്തിൽ ചൂലിശ്ശേരി സ്വദേശി രാജു ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ കായിക അധ്യാപകനാണ് മരിച്ച അനിൽ. നാടകോത്സവം കാണാൻ എത്തിയതായിരുന്നു ഇരുവരും. ഇതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിന് കാരണം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിൽ ശബരിമല ഇടത്താവളം യാഥാർത്ഥ്യമാക്കുകയാണ്. നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിപുലമായ സ്വാഗത സംഘ രൂപീകരണവും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂരിന് അനുവദിച്ച ശബരിമല ഇടത്താവളത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുകയാണ്. നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലാണിത്. വിരിവെക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം, കുടിവെള്ള ടാങ്ക് എന്നിവയാണ് പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കും. ശബരിമലയുടെ ഒരു കവാടമായി നമുക്ക് പറയാൻ കഴിയുന്ന ഇടമാണ്. നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് പുനലൂരിൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ ഒരിടത്താവളം ക്രമീകരിച്ച് ഭക്തന്മാർക്ക് ഇവിടെ തങ്ങിപ്പോകാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈപ്പുഴ മഹാദേവർ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇടത്താവളമായി ആദ്യം പ്രഖ്യാപിക്കുന്നത്. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ്, കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള 2ാം ഘട്ട നവീകരണത്തിനുള്ള പ്രപ്പോസൽ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്വാഗത സംഘ രൂപീകരണ യോഗം PS സുപാൽ MLAയുടെ നേതൃത്വത്തിൽ നടന്നു. 2022 നവംബർ 11-നാണ് കൈപ്പുഴ ക്ഷേത്രം ഇടത്താവളമായി പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 പുനലൂർ. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. കഴിഞ്ഞ തിരികെ വാർത്തകളിലേക്ക്. ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ NIT അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. വിവിധ യുവജന സംഘടനകൾ NITയിലേക്ക് മാർച്ച് നടത്തി. SFI ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു. അനീഷ്, വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം, വിശദാംശങ്ങൾ. അടുത്ത ഏപ്രിൽ 7 മുതൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം ഷൈജ ആണ്ടവനെ നിയമിച്ചത്. നിലവിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായ ഡോക്ടർ പ്രിയ ചന്ദ്രന് പകരമാണ് ഷൈജയ്ക്ക് നിയമനം നൽകിയിരിക്കുകയും ചെയ്യുന്നത്. 2024 ജനുവരിയിലായിരുന്നു ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമ പോസ്റ്റിന് താഴെ ഗോഡ്സെ പ്രകീർത്തിച്ച് ഷൈജ ആണ്ടവൻ പോസ്റ്റ് ഇട്ടത്. ഇത് വിവാദമായി മാറുകയും ചെയ്തു. ABVP അടക്കമുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ചുകളും നടത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. അഭിഭാഷകൻ മുഖേന പിന്നീട് കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തു. പിന്നീട് കുറച്ചു നാള് വിദേശത്തായിരുന്നു ഇവർ. അതിനുശേഷം ഈ അധ്യയന വർഷം തുടങ്ങിയ സമയത്താണ് എത്തുകയും ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധം ഇന്നലെ ക്യാമ്പസിൽ അലയടിച്ചിരുന്നു. ഇന്ന് SFI അടക്കം പ്രതിഷേധ മാർച്ചും നടത്തിയിട്ടുണ്ട്. സീനിയർ അധ്യാപകരടക്കം ഇവിടെ ഉള്ളപ്പോൾ അവരുടെ സീനിയോറിറ്റി മറികടന്നാണ് ഷൈജ ആണ്ടവനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ PC ജോർജിന് പുറത്തിറങ്ങാനാകും. ജാമ്യാപേക്ഷ തള്ളിയാൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാലും ജോർജ് ആശുപത്രി വിടുക. മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ പരിശോധന നടത്താനും ആലോചനയുണ്ട്. ശ്രീജിത്ത് ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ച് ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായും ആര്യ, അത്തരം സാധ്യതകൾ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഈ 3 താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഉള്ളത്. 1. 2, ഈ പോലീസ് തെളിവ് ശേഖരിക്കൽ അടക്കമുള്ള അവരുടെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ്. സ്വാഭാവികമായും ഇനിയും മറ്റ് കസ്റ്റഡി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിമാൻഡിലേക്ക് പോയൊരു പ്രതി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ജാമ്യം അനുവദിച്ചാൽ തന്നെ ഇന്നത്തെ പരിശോധന കൂടി നടത്തിയ ശേഷമായിരിക്കും ഇന്ന് ഡിസ്ചാർജ് ആകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ന്യൂറോ
സംബന്ധമായ ചില പ്രശ്നം കൂടി പി സി ജോർജിനുണ്ട് എന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് എങ്ങനെ അതിന്റെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഡോക്ടർമാരൊരു തീരുമാനം എത്തുക. എന്തായാലും ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ജാമ്യ ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് പാലാ ജയിലിലെത്തി അവിടെ നിന്ന് റിലീസിംഗ് ഓർഡർ വാങ്ങിയ ശേഷമായിരിക്കും പി സി ജോർജിന് പുറത്തിറങ്ങാനാകുക. എന്തായാലും BJP പ്രവർത്തകരെ സംബന്ധിച്ച് ജോർജിനെ ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. ശരി ശ്രീജിത്ത്. മറ്റൊരു വാർത്ത നോക്കിയാൽ CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ P. രാജു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2 തവണ CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. 1991-ലും 1996-ലും വടക്കൻ പറവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒൻപത് മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിശദമായി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും പുതിയ വാർത്തകളും ഒക്കെ പരിശോധിക്കാം. ന്യൂസ് ട്രെൻഡ്സ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമസ്കാരം.